അരുൺകുമാർ, സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച് കേരളം മാതൃകയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണോ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇതിനുത്തരവാദി കൃത്യസമയത്ത് മസ്റ്ററിംഗ് നടത്താതെ പോയ ഈ ഗുണഭോക്താക്കളാണോ? അതല്ല അതിൽ സർക്കാർ വകുപ്പുകൾക്ക് അനാസ്ഥയുണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതിപ്പോൾ 1458 പേർ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള വാർത്ത ഗവൺമെൻറ് തന്നെ നടത്തിയ ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയത്. ഒരിക്കലും അർഹരായവരല്ല ഇവർ. കാരണം പെൻഷൻ്റെ ആവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ. കാരണം ഓരോ വർഷവും മസ്റ്ററിങ് നടത്തി കൃത്യമായിട്ട് പെൻഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് വേണം അവർ പോകാൻ. അവരുടെ വീട്, അവരുടെ വീട്ടിലുള്ള വീടിൻ്റെ സൗകര്യം, അവർ ഉപയോഗിക്കുന്ന വാഹനം, അവരുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അതുപോലെ അവരുടെ ആശ്രിതരുടെ വരുമാനം, മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മാനദണ്ഡത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഒരു തരത്തിലും അവർ പെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ അതുപോലെ തന്നെ ശമ്പളമോ കൈപ്പറ്റുന്നവരാകാൻ പാടില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 1458 പേർ ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും പെൻഷൻ്റെ മാനദണ്ഡത്തിൽ പെടാത്തവരുമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് കൃത്യമായി തന്നെ പരിശോധിച്ച് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അവർ വാങ്ങിച്ച പണം തിരിച്ച് അടപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ സർവീസ് റൂൾ അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ പോകണമെന്നതാണ് അഭിപ്രായം. ഇവിടെ ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുകയും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും റവന്യൂ രേഖകളടക്കം ഹാജരാക്കുകയും ചെയ്താൽ മാത്രമാണ് പെൻഷൻ ഓരോ വർഷവും പുതുക്കി വരൂ. കൃത്യമായി മാനദണ്ഡം നിശ്ചയിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ രേഖകൾ ഹാജരാക്കി പുതുക്കണം, മസ്റ്ററിങ്ങിന് വിധേയമാകണമെന്ന് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നടപ്പാക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൻ്റെ ഭാഗമായി കിട്ടിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കണം. ചിലപ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ആ വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ജോലി കിട്ടുകയും അതിൻ്റെ ശമ്പളം അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുമ്പോഴും വിധവാ പെൻഷൻ അവർ ക്യാൻസൽ ചെയ്യാതെ പോകുന്ന സാഹചര്യമാണോ? അതുപോലെ വികലാംഗരായിട്ടുള്ള ആളുകൾ ആ വികലാംഗ പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സർവീസിൽ ജോലി കിട്ടുമ്പോൾ ആ രണ്ടും കൂടി വാങ്ങിക്കുന്നതാണോ? അങ്ങനെ ഓരോ കേസും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും BMW കാറടക്കം വീട്ടിലുള്ളവർ വരെ പെൻഷൻ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ടത് നിഷേധിക്കുന്നതോടൊപ്പം തന്നെ അനർഹമായിട്ട് ഇവർ കൈപ്പറ്റുകയാണ്. ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ഈ 1458 ഒതുങ്ങുമെന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നില്ല. കാരണം കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം 62 ലക്ഷം പേർ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. 6 പേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് കേരളത്തിലെ ജനസംഖ്യ. 3.5 കോടിയിൽ 62 ലക്ഷം പേർ. അതിൽ 98% പെൻഷനും സംസ്ഥാന ഗവൺമെൻറ് തന്നെ കണ്ടെത്തുന്നതാണ്. 5 തലത്തിലാണല്ലോ പെൻഷൻ കൊടുക്കുന്നത്. കർഷക തൊഴിലാളി പെൻഷനും അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, ഇത് രണ്ടും സംസ്ഥാന ഗവൺമെൻറ് മാത്രമാണ് പൂർണ്ണമായിട്ടും പണം കൊടുക്കുന്നത്. വാർദ്ധക്യകാല പെൻഷനും അതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, അതുപോലെ വിധവാ പെൻഷൻ, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. ഏതായാലും പെൻഷൻ എന്നുള്ളത് നമ്മുടെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ അത് തട്ടിയെടുക്കുന്നതും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടക്കലിലെ നഗരസഭയിലെ 7ാമത്തെ വാർഡിലെ 42 പേരിൽ 38 പേരും അനർഹരാണ് എന്ന് ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതുകൂടാതെയാണ് ഐക്യയും സ്പാർക്കുമായിട്ട് നടത്തിയ ക്രോസ് മാച്ചിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്ന 1458 പേർ. ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 2022 ഒരു CAG റിപ്പോർട്ടിലേക്കാണ്. ഈ CAG റിപ്പോർട്ടിൽ മറ്റു പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നത് ശ്രദ്ധിക്കണമെന്നും ജാഗ്രത വേണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും 2022 2 വർഷങ്ങൾക്ക് മുമ്പുള്ള CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് വിമർശനം. അത് ശരിയല്ലേ KS അരുൺകുമാർ? അതല്ല, ഞാൻ അങ്ങയുടെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ ചുമത്താം. 2010-11 മുതൽ 2014-15 വരെ ഇത്തരം പെൻഷൻ വിതരണത്തിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ചില ആളുകൾ പല പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട്. അത് വിധവാ പെൻഷൻ മേടിക്കുന്നവർ തന്നെ വികലാംഗ പെൻഷൻ മേടിക്കുന്നുണ്ട്, അത് തന്നെ കർഷക തൊഴിലാളി പെൻഷൻ മേടിക്കുന്നുണ്ട്. അപ്പം 3, 4, 5 പെൻഷൻ വരെ വാങ്ങിക്കുന്നവരുണ്ട്. അത് ഇരട്ടിപ്പ് അടക്കം വരികയാണ്. അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ഓഡിറ്റ് റിപ്പോർട്ട് 2014-15 കാലഘട്ടത്തിൽ തന്നെ വന്നതാണ്. അന്ന് 32 ലക്ഷം പേർക്ക് 600 രൂപ വീതമാണ് 2016 പെൻഷൻ കൊടുക്കുന്നത്. അവസാന ഘട്ടത്തിൽ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ അതിനാകെ വേണ്ടി വരുന്നത് 205 കോടി രൂപ മാത്രമാണ്. 2015-16 ഘട്ടത്തിൽ 32 ഗുണം 600
1600 കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ അത്തരത്തിൽ ഒരേ ആ വ്യക്തി തന്നെ നിരവധി പെൻഷൻ മേടിക്കുന്നുണ്ട് എന്നുള്ള കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അടക്കം അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനം വന്നപ്പോഴാണ് കൃത്യമായിട്ടുള്ള മസ്റ്ററിംഗ് വച്ചത്. അത് കിടപ്പ് രോഗിയാണെങ്കിൽ ആ കിടപ്പ് രോഗിയുടെ വീട്ടിൽ പോയി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. ബാക്കിയുള്ളവർ കൃത്യമായി അവരുടെ രേഖകൾ, അതും റവന്യൂ റെക്കോർഡ്സും, അത് ഏത് വിഭാഗത്തിലാണോ അവർ പെൻഷൻ വാങ്ങിക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കണം എന്നുള്ള മസ്റ്ററിംഗ് 2016 മുതൽ കൃത്യമായി നടപ്പാക്കുകയാണ്. അപ്പോൾ 2016 ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന രൂപത്തിലേക്ക് ആക്കിയത്. ഇപ്പൊ വിധവയാണെങ്കിൽ ആ വിധവ അംഗവൈകല്യമുള്ളവരാണെങ്കിൽ അതിനുശേഷം 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഇങ്ങനെ അനർഹർ വാങ്ങിയത് 39 കോടി രൂപയിൽ പരമാണ് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ആ 2022 ശേഷം 23 സാമ്പത്തിക വർഷം കടന്നു, അന്ന് നടപടി ഉണ്ടായില്ല. ഇതിപ്പോൾ 24ാമത്തെ സാമ്പത്തിക വർഷം IKM മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് 1400-ലധികം ആളുകളുടെ പേര് പുറത്തു വരുന്നത്. 9400-ലധികം അനർഹർ, മറ്റു സർക്കാർ സർവീസിലുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് അന്നത്തെ CAG-യുടെ കണ്ടെത്തൽ. അരുൺ, യെസ്, അതിൻ്റെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തി. ഇപ്പോൾ ഒരു വീട്ടിൽ AC ഉണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ അത് പരിശോധനയുടെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ആ വീട്ടുകാരെ AC അഴിച്ച് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. അപ്പോൾ പരിശോധനയിൽ അത് കണ്ടെത്തുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വരുന്നു, AC എടുത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വാഹനമുണ്ടെങ്കിൽ അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പോയി പാർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ ഗവൺമെൻറ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ, ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗൗരവമായി ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. അത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും അടക്കം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥൻ, അതുപോലെ പെൻഷൻ അനുവദിച്ച് നൽകുന്ന ഉദ്യോഗസ്ഥൻ, അത്തരത്തിലുള്ളവർ പോലും ഇത്തരം പെൻഷൻ കൈപ്പറ്റുന്നു. കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം കൈപ്പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ കൂട്ടായിട്ടുള്ള പരിശോധനയും ഇടപെടലുകളും വേണം. തീർച്ചയായിട്ടും വേണം. ബോധമായിട്ട് വളർത്തിയെടുക്കണം. ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി എന്ന കേരളത്തിന്റെ ഒരു മാതൃകാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നത് ആരാണെങ്കിലും അവർ സാമൂഹ്യദ്രോഹികളാണ് എന്ന കാര്യത്തിൽ സംശയം